Shriya. And I am Bashir. ഞങ്ങൾ ഒരു ലോഡ് ഗോസിപ്പ് പോയി തിങ്കളാഴ്ച വീണ്ടും എത്തിക്കുകയാണ്. So let's start the episode of Gossip. നമ്മുടെ ബോളിവുഡ് നടിമാർക്ക് ഡ്രസ്സിന്റെ ഇറക്കം കുറഞ്ഞു തന്നെയാണ്. അറിയാലോ, നമ്മുടെ ഹോളിവുഡിനെ വെല്ലണ ടൈപ്പിലാണ് ഇപ്പൊ ബോളിവുഡ് നടിമാർ ഇപ്പൊ ഡ്രസ് ഉപയോഗിക്കുന്നത്. ലൈക്ക് ഫാഷൻ സ്റ്റാർട്സ് ഫ്രം ലൈക്ക് ഹോളിവുഡ്, പാരീസ് അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനേക്കാട്ട് കൂടുതലായിട്ട് ഇന്ത്യയിൽ നമ്മുടെ മോഡേൺ കൊണ്ടുവരുന്നത് നമ്മുടെ ബോളിവുഡ് ഇൻഡസ്ട്രിയാണ്. സോ വാട്ട് ഇപ്പൊ എന്താണ് പ്രശ്നം? പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ ധൂം 3ന്റെ പ്രൊമോഷൻ വർക്കിന് വേണ്ടി അമീർ ഖാനും കത്രീൻ കൈഫൊക്കെ വന്നപ്പോഴേ കത്രീൻ കൈഫിന്റെ ഡ്രസ്സാണ് ഈ പ്രശ്നമുള്ളത്. മുട്ടിന് മേപ്പോട്ടാണ് പുള്ളിക്കാരത്തി. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഫോട്ടോഷോപ്പിലെ ചെറുക്കന്മാരൊക്കെ അതിൻ്റെ അകത്ത് അതൊക്കെ കുറച്ചും കൂടെ എഡിറ്റ് ചെയ്ത് ഡ്രസ്സിന്റെ ഇറക്കം കുറച്ചും കൂടെ അങ്ങോട്ട് കുറച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരത്തി ഹീറോയിൻ ആയതുകൊണ്ട് വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല, ഈസി ഗോ ആയിട്ട് എടുക്കും. വേറെന്താണ്? അതല്ല, ഇപ്പൊ ആ പുള്ളിക്കാരത്തി അതിലും വിഷമമായ സംഭവം വേറെ സംഭവം ഉണ്ട്. ഈ പ്രൊമോഷൻ വർക്കിന്റെ ഇടയിൽ അമീർ ഖാൻ പബ്ലിക് ആയിട്ട് പറഞ്ഞു കത്രീന കൈഫും സൽമാൻ ഖാനുമാണ് ഒന്നിക്കേണ്ടത്, എന്താ ഏറ്റവും ചേർച്ച സൽമാൻ ഖാനായിട്ടാണ്. അങ്ങനത്തെ ഒരു സംസാരം അതിന്റെ ഇടയ്ക്ക് വന്ന് അത് അങ്ങനത്തെ ഒരു സംസാരിച്ചു. അപ്പോഴത്തേക്കും ഇപ്പൊ അമീർ ഖാന്റെ ഭാഗത്ത് അങ്ങനെ ഒരു പ്രതീക്ഷയല്ല. ഇത് കേട്ടപ്പോഴത്തേക്കും കത്രീന കൈഫിന്റെ ആരാധകർക്കും അമീർ ഖാനോട് ഒരു ചെറിയൊരു ഇല്ല. പുള്ളിക്കാരത്തി എന്ത് പറയാനും പബ്ലിക് ആയിട്ട് പറയുമ്പോ ഒന്നും മിണ്ടാണ്ട് അമീർ ഖാൻ അടുത്ത് തിരിച്ചു പറയത്തില്ല, അങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നത്. എന്നാലും ഉള്ളിനുള്ളിൽ വിഷമവും ദേഷ്യവും ഒക്കെ കാണുമായിരിക്കാം. നമുക്കറിയത്തില്ല എപ്പോഴാണ് ഈ കോൾ വാറായിട്ട് പൊട്ടി വരുന്നത്. എന്തായാലും അങ്ങനെ പറയാൻ പാടില്ല, പറഞ്ഞു പോയി. ഓക്കെ, ഈ സങ്കടത്തിൽ നമുക്കൊരു നല്ല സോങ് ഉണ്ടല്ലോ. സോ ഡു ചെക്ക് ഔട്ട് ആൻഡ് കം. ബഷി, നമ്മുടെ കമൽഹാസന്റെ മോൾ അറിയില്ല, നമ്മുടെ ശ്രുതി ഹാസനും അക്ഷര ഹാസൻ. അക്ഷര ഹാസൻ എന്ന് വെച്ചാൽ ഇത്ര ദിവസം ഫീൽഡ് ഉള്ളവർക്ക് അറിയാം. ആസ് ബിക്കോസ് ഓഫ് പുള്ളിക്കാരത്തി ആഡ് ഫിലിംസിനൊക്കെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ടെക്നിക്കൽ സൈഡാണ്. ഇപ്പോഴാണ് ബോളിവുഡിലേക്ക് കയറാനുള്ള എൻട്രി കിട്ടിയിട്ടുള്ളത്. ധനുഷാണ് പേരായിട്ട് വരുന്നത്. അക്ഷര ഹാസൻ ഹീറോയിൻ ആയിട്ട് ബോളിവുഡിലാണ്. അമിതാഭ് ബച്ചനൊക്കെ ആ ഫിലിമിലുണ്ട്. അങ്ങനെ കേറുന്നേ ഉള്ളൂ, പിച്ച് വെക്കുന്നേ ഉള്ളൂ. അപ്പൊ തന്നെ ഒരു വലിയൊരു ന്യൂസ്. നമ്മുടെ രത്തി അഗ്നിഹോത്രിയുടെ മോനില്ലേ തനുജ് വിർവാനി, പുള്ളിക്കാരനുമായിട്ട് ഇൻ റിലേഷൻഷിപ്പ് ആണ്. അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ആസ് രണ്ടുപേരും ഫീൽഡിൽ എവിടെ എത്തിയിട്ടില്ല. നമ്മുടെ തനുജ് ഒരു ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, ലവ് യു സോണിയോ. അറിയോ? അതാണ് പ്രശ്നം. ബിക്കോസ് ബോക്സ് ഓഫീസിൽ ഒന്നുമേ എത്തിയിട്ടില്ലായിരുന്നു ആ പടം. ലൈക്ക് അത്രയ്ക്കുള്ള സ്ട്രഗ്ലിംഗ് ആക്ടർ ആണ് പുള്ളിക്കാരൻ. ലൈക്ക് അത്രയ്ക്ക് എത്തിയിട്ടില്ല. പുള്ളിക്കാരത്തി ഇപ്പൊ കേറുന്നേ ഉള്ളൂ. അപ്പൊ തന്നെ ഒരു പ്രണയം കാര്യങ്ങളെന്ന് പറഞ്ഞ് ലോക്കായി കഴിയുമ്പോൾ രണ്ടുപേരും ഏത് തലത്തിലെത്തും അറിയത്തില്ല. ഇങ്ങനെ ഒരു ഗോസിപ്പിന്റെ ആക്രമണത്തിനിടയിലാണ് നമ്മുടെ ശ്രുതി ഹാസനും ഒരു ആരാധകന്റെ ആക്രമണത്തിൽ ഏർപ്പെട്ട് നിൽക്കുകയാണ്. രണ്ടുപേരും ഗോസിപ്പിന്റെ എന്താണ് വലിയൊരു പാർട്ടായിട്ട് നിൽക്കുകയാണ് ഇപ്പം. നമ്മുടെ ഈ കമൽഹാസനെയും രത്തി അഗ്നിഹോത്രിയും കൂടെ നോക്കുകയാണെങ്കിൽ വൺസ് അപ്പോൺ എ ടൈം അവര് സ്റ്റാർ ആയിരുന്നു. ലൈക്ക് ഇൻഡസ്ട്രി ഒക്കെ ഭയങ്കര ഫയറാണ്. ഹീറോയിൻസ് ഒക്കെ അത്രയ്ക്ക് ഫയറാണ്. ആ ഫയറിന്റെ മക്കള് ഇങ്ങനെ റിലേഷൻഷിപ്പും ഇനി എന്തുപേരും കോമ്പിനേഷനിൽ ഒരു ഫിലിം വരുമോന്ന് പോലും അറിയത്തില്ല. അത്രയ്ക്കുള്ള സ്പാല് നിൽക്കുകയാണ്. എന്തായാലും നമുക്കൊന്നും ഗസ് ചെയ്യാൻ പറ്റത്തില്ല ഇവർ രണ്ടുപേരും കെട്ടുമോ, ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്നാലും ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ഗോസിപ്പ്. നീ അറിഞ്ഞോ നമ്മുടെ വാൻഡം ഇല്ലേ, പുള്ളിക്കാരൻ ഈ അടുത്തൊരു ആർട്ട് ഫിലിമിന് വേണ്ടി സംഭവം പുള്ളിക്കാരൻ വോൾവോ 2 ട്രക്കില് അപ്പുറം ഇപ്പുറം ഇങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോണ സീനുണ്ട്. അത് വെറും 7 ദിവസം കൊണ്ടാണ് 3 കോടിയാണ് ആളുകളാണ് ഇത് കണ്ടുവരുന്നത്. പുജ്ഞെന്ന് വെച്ചാൽ പുജ്ഞമായിട്ടൊന്നുമല്ല, വലിയ കാര്യം വെച്ചാൽ വലിയ കാര്യം തന്നെയാണ്. ഞാൻ ഫുൾ ക്ലാപ്സ് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ഇപ്പോഴൊക്കെ വന്നിട്ടുള്ളതല്ലേ. നമ്മുടെ അജയ് ദേവ്ഗാൻ ഇല്ലേ 91 അജയ് ദേവ്ഗാന്റെ ഫസ്റ്റ് ഫിലിം ഫുലോർ കാണ്ഡെ എന്നുള്ള പടത്തില് അജയ് ദേവ്ഗാൻ ബൈക്കിലാണ് അപ്പുറത്തും സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുള്ളത്. ബിക്കോസ് അപ്പോഴൊക്കെ നെറ്റൊന്നും ഭയങ്കര പോപ്പുലർ അല്ലാത്തതുകൊണ്ടായിരിക്കാം മേ ബി നമ്മുടെ അജയ് ദേവ്ഗാൻ അപ്പൊ ഹിറ്റ് ആവാത്തത്. അതിനുശേഷം നമ്മുടെ അജയ് ദേവ്ഗാൻ ഇതേപോലത്തെ കുറെ സീക്വൻസ് നമ്മുടെ ഗോൾമാലിലും ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പബ്ലിസിറ്റി ആണല്ലോ ആൾക്കാരെ റീച്ച് ചെയ്യിക്കുന്നത്. ഇല്ല അല്ലേ. നമുക്ക് എന്തായാലും ആ വീഡിയോസ് ക്ലിപ്പിംഗ് എന്തായാലും നമുക്ക് എല്ലാവരും കണ്ടിരിക്കുന്നു. എന്തായാലും ഈ സന്തോഷത്തിൽ നമുക്ക് അജയ് ദേവ്ഗൻ ഒരു ഫിലിം സോങ് ഉണ്ടല്ലോ. ആ ഫിലിമിൽ തന്നെ അജയ് ദേവ്ഗന്റെ ഫസ്റ്റ് ഫിലിമിൽ തന്നെ നല്ല സോങ് കാണാൻ. സോ ഡു ചെക്ക് ഔട്ട് ആൻഡ് കം റൈറ്റ് ബാക്ക്.